ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ നടപടികൾ തുടരുന്നു. ഈ മാസം ഇതുവരെ 580 പേർ പിടിയിലായിട്ടുണ്ട്. 6.5 കോടി രൂപയുടെ ലഹരി മരുന്നും പോലീസ് പിടിച്ചെടുത്തു. ലഹരി വ്യാപനത്തിനെതിരെ പോലീസ് നേതൃത്വത്തിൽ ജില്ലയിൽ നടപ്പാക്കുന്ന തൂഫാൻ ദി നാർക്കോട്ടിക് ഹണ്ടിൽ ഇതുവരെ പിടിവീണത് 580 പേർക്ക്. പദ്ധതി പ്രഖ്യാപിച്ച് 22 ദിവസം കൊണ്ട് 564 കേസുകളിലായാണ് ഇത്രയും പേർ പിടിയിലായത്. പിടികൂടിയ ലഹരി മരുന്നുകൾക്ക് വിപണിയിൽ 6.5 കോടി രൂപയോളം വില വരുമെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇതുവരെ 378.76 ഗ്രാം MDMA-യും 9.645 കിലോഗ്രാം കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. കേസിൽ പിടിയിലായവരിൽ 70% 22 മുതൽ 25 വയസ്സ് വരെയുള്ളവരാണ്. ഇതിൽ 70ഓളം പേർ പെൺകുട്ടികളാണ്. ഇത് ഗൗരവമുള്ള കാര്യമാണെന്നും ലഹരിക്കെതിരെ നടപടി ശക്തമായി തുടരുമെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 2-നാണ് പോലീസ് ലഹരിക്കെതിരെ പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത്. ആദ്യ 10 ദിവസം ഡാൻസ് ഓഫും ക്രൈം സ്ക്വാഡും സ്റ്റേഷൻ പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയിരുന്നത്. പിന്നീട് ഡോഗ് സ്ക്വാഡും ഡ്രോൺ സംവിധാനവും ഉപയോഗിച്ച് പരിശോധന ആരംഭിച്ചു. പിടിയിലായവരുടെയും കഴിഞ്ഞ 3 വർഷം മുമ്പ് ലഹരി കേസുകളിൽ അറസ്റ്റിലായ പ്രതികളുടെയും പട്ടിക തയ്യാറാക്കി നടത്തിയ അന്വേഷണത്തിലാണ് കരിയറായി പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തിയത്. തുടക്കത്തിൽ സിറ്റി പരിധിയിൽ അന്വേഷണം ശക്തമാക്കിയതോടെ ലഹരി സംഘം താവളം മാറ്റിയിരുന്നു. തുടർന്നാണ് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി റൂറൽ ജില്ലയിൽ നിന്ന് 22 ദിവസം കൊണ്ട് 158 പേരെ അറസ്റ്റ് ചെയ്തത്. പരിശോധന ശക്തമാക്കിയതോടെ ലഹരി സംഘം മരുന്ന് കടത്തുന്ന രീതിയും മാറ്റിയത് പോലീസ് കണ്ടെത്തി. വാഹനത്തിൽ എത്തിക്കുന്ന ലഹരി മരുന്ന് വാഹനം നിർത്താതെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ലൊക്കേഷൻ കൈമാറുന്ന രീതിയിലേക്ക് മാറി. ലഹരിക്കെതിരെയുള്ള നടപടികൾക്ക് മാത്രം ജില്ലയിൽ വിവിധ സ്ക്വാഡുകളിലായി 240 പോലീസുകാരാണ് പങ്കെടുക്കുന്നത്. ലഹരി വ്യാപനം തടയാൻ ഇൻസ്പെക്ടർമാരുടെ നിയന്ത്രണത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് ആഭ്യന്തര വകുപ്പിൻ്റെ നീക്കം. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.